എക്സാമിന് ദി കിസിംഗ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിന് ചോദിക്കാൻ 100% ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ദി കിസിംഗ് ഹാൻഡ് എന്നുള്ള ചാപ്റ്റർ എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഇത് 5ാം ക്ലാസ്സിൽ പഠിച്ചൊരു ചാപ്റ്റർ ആണ് അല്ലെ. വളരെ രസകരമായിട്ടുള്ള നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു സ്നേഹം ഒക്കെ തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ദി കിസിംഗ് ഹാൻഡ് എന്നുള്ളത്. അതിൽ നിന്നൊരു കോൺവെർസേഷൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മിസ് റക്കൂണും അതുപോലെ നമ്മുടെ ലിറ്റിൽ റക്കൂണിലെ ചെസ്റ്റർ റക്കൂണും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബി ദ ക്യാരക്ടർ. നമ്മൾ ആ ക്യാരക്ടർ ആയിട്ട് വേണം. ഒരേ സമയം നമ്മൾ ആരൊക്കെ ആവണം? നമ്മുടെ മിസ് റക്കൂണും ആവണം, ചെസ്റ്റർ റക്കൂണും ആവണം. അപ്പൊ ഇവർ രണ്ടുപേരും ആയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്? ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സർപ്രൈസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് കാണിക്കാം അല്ലെ. ഇങ്ങനെ ആശ്ചര്യ ചിഹ്നക്കെട്ടാൽ എന്തായി? സർപ്രൈസ്ഡ് ആയി. ആൻഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആൻഡ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസേഴ്സ് വേണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അമ്മ ചോദിച്ചു മോനെ സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ചാൽ ഇല്ല അമ്മ എന്ന് പുട്ടിന് കറി എന്താ എന്ന് പറയരുത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്താണോ അമ്മ ചോദിച്ചത് അതിന് തന്നെ ആൻസർ കൊടുക്കുക. എന്താണോ അവൻ പറഞ്ഞത് അതിന് തന്നെ അമ്മ ചോദിക്കുക. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ ആലോചിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് നിങ്ങൾ കഥ വായിച്ചിട്ടുള്ള ആൾക്കാർ ല്ലേ. അപ്പൊ സ്റ്റോറിയിൽ എന്താ നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മതിയോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഇവന്റ്സിന് അനുസരിച്ച് ആ ഒരു കഥയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആ ഒരു കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കോൺവെർസേഷൻ ആണല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പൊ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരുപാട് വാരി വലിച്ച് എഴുതണ്ട കേട്ടോ. കാര്യം പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ചോദിച്ചാൽ മിനിമം 5 എക്സ്ചേഞ്ചസുകളെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താ 5 എക്സ്ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ മിസ്സേ? ഓക്കെ, ചെസ്റ്റർ ഒരു പ്രാവശ്യം പറയുന്നു, മോം ഒരു പ്രാവശ്യം പറയുന്നു. ഇതെന്താടാ? ഒരു എക്സ്ചേഞ്ച് ആയി. അങ്ങനെ 5 പ്രാവശ്യം ചെസ്റ്റർ ഒരു പ്രാവശ്യം പറയുന്നു, മോം ഒരു പ്രാവശ്യം പറയുന്നു, ഇതൊന്നായി. ആൻഡ് ഇങ്ങനെ 5 പ്രാവശ്യം എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ചെസ്റ്റർ പറയാണ്, ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ മടിയാണെന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് ഇവർ തമ്മിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ചെസ്റ്റർ പറയാണല്ലേ, മോം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മയ്ക്ക് സ്കൂളിൽ പോണ്ട. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് എന്ത് ചെയ്യണം? അമ്മേന്റെ കൂടെ വീട്ടിൽ നിന്നാ മതി. അപ്പൊ മോം എന്താ പറയാ? I know little one, but you have to go to school. എനിക്കറിയാം എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞു മോനെ എനിക്കറിയാം ഒക്കെ പോണ്ടാന്ന്. പക്ഷേ you have to go to school. നീ എന്തായാലും സ്കൂളിൽ പോയേ പറ്റുള്ളൂ. നിങ്ങളോട് നിങ്ങൾ അമ്മമാര് പണ്ട് ഇങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പൊ എന്താണ്? എന്തായാലും സ്കൂളിൽ പോയേ പറ്റുള്ളൂ. ഇറ്റ്സ് എ സ്പെഷ്യൽ പ്ലേസ് വെർ യു വിൽ ലേൺ ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ആണ്. ആൻഡ് വെർ യു വിൽ ലേൺ ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടി ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ ഒരു അടിപൊളി സ്ഥലമാണ് എന്ത്? സ്കൂൾ എന്ന് പറഞ്ഞാൽ. ചെസ്റ്റർ, ബട്ട് വൈ കാണ്ട് ഐ സ്റ്റേ ഹോം? പക്ഷെ എനിക്ക് എന്താണ് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് അല്ലെ? എന്തുകൊണ്ടാണ് എനിക്ക് വീട്ടിൽ നിന്നാൽ? വീട്ടിൽ നിന്ന് പഠിച്ചോളാം. എനിക്ക് എന്താ വീട്ടിൽ നിന്നാ? ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് യു. അല്ലെ, ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരെ ഉപേക്ഷിച്ച് പോകുന്നതിനെയാണ് നമ്മൾ ലീവ് ചെയ്യാന്ന് പറയാം കേട്ടോ. എനിക്ക് അമ്മനെ വിട്ടു പോകണ്ട, അമ്മനെ വിട്ടു പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് യു. മോം, I will always be with you, and even when you are not with me, and I have a secret to share with you. So you will never feel alone. അല്ലേ, എനിക്കും എന്ത് ചെയ്യണോടാ? I will always be with you. എനിക്കും എൻ്റെ മോൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈവൻ വെൻ യു ആർ നോട്ട് വിത്ത് മീ. എൻ്റെ കൂടെ നീ ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴും എന്താ നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സീക്രട്ട് ഉണ്ട്. ആൻഡ് ഐ ഹാവ് എ സീക്രട്ട് ടു ഷെയർ വിത്ത് യു. എനിക്ക് നിന്നോട് ഷെയർ ചെയ്യാൻ, പങ്കുവെക്കാൻ ഒരു സീക്രട്ട് ഉണ്ട്. എന്താണ് ആ ഒരു സീക്രട്ട് ഹാൻഡ് എന്നുള്ളത്? ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് താഴെ ഒന്ന് പോയി കമന്റ് ചെയ്തേ. സോ യു വിൽ നെവർ ഫീൽ അലോൺ. നിനക്ക് എന്ത് തോന്നൂല? നിനക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നൂല അല്ലെ. എലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെടുക, ഒറ്റപ്പെടുക. റെഡി? ആൻഡ് ചെസ്റ്റർ, വാട്ട്സ് ദ സീക്രട്ട്? എന്താണ് ഈ ഒരു സീക്രട്ട്? എന്താണ് ഈ ഒരു സീക്രട്ട് എന്നുള്ളത്? എന്താണ് ഈ ഒരു രഹസ്യം? അപ്പൊ മോൻ പറഞ്ഞു, ഇറ്റ്സ് കോൾഡ് ദ കിസിംഗ് ഹാൻഡ്. അത് കിസിംഗ് ഹാൻഡ് ആണ് അല്ലെ. നൗ whenever you feel scared or miss me, just press your hand to your cheek and remember mommy loves you. അപ്പൊ എപ്പോഴെങ്കിലും അനക്ക് സ്കെയർഡ് ആവാണ് അല്ലെ. സ്കെയർഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പേടി തോന്നുക അല്ലെ. പേടി തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതിനെ മിസ് ചെയ്യണം, എന്നെ മിസ് ചെയ്യുന്ന പോലെ അമ്മനെ കാണണം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് റിമെമ്പർ. ഒന്ന് ജസ്റ്റ് എൻ്റെ കൈ എടുത്തിട്ട് നിന്റെ കവിളിൽ ഒന്ന് പ്രസ് ചെയ്യുക. ആൻഡ് ഒന്ന് ആലോചിക്കുക അല്ലെ. ജസ്റ്റ് റിമെമ്പർ, ഒരു കാര്യം ആലോചിക്കുക.
മോമി ലവ്സ് യു, അമ്മയ്ക്ക് എന്താണ്, നിന്നെ ഇഷ്ടമാണ്. സോ ചെസ്റ്റ്, ഓക്കെ മോമി ഐ വിൽ ഗോ ടു സ്കൂൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ അടിപൊളിയായിട്ട് സ്കൂളിൽ പോയിക്കോളാം അല്ലെ. അമ്മ തന്നെ കിസ്സിങ് ഹാൻഡ് എൻ്റെ കയ്യിലുണ്ട് ആൻഡ് അമ്മനെ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല, അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യിക്കോളാം, ഐ വിൽ ഗോ ടു സ്കൂൾ. മോം ദാറ്റ്സ് മൈ ബ്രേവ് ലിറ്റിൽ റെക്കോൺ. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ, ധൈര്യശാലി. ഇതാണ് എൻ്റെ ധൈര്യശാലിയായിട്ടുള്ള ലിറ്റിൽ റെക്കോൺ. എൻ്റെ ലിറ്റിൽ റെക്കോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, കോൺവെർസേഷൻ എന്ത് ചെയ്യുക. സോ ഇത്രയും ഉള്ളൂ ഒരു കോൺവെർസേഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. സോ ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. കോൺവെർസേഷൻ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പഠിച്ചില്ലേ. അപ്പൊ എക്സാമിന് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് പഠിക്കാതെ നിങ്ങൾ പോവേ ചെയ്യേണ്ട എക്സാമിന്. സോ ഈ ഒരു കോൺവെർസേഷൻ വന്നാലും നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ബൈ, ടാറ്റ, സീ യു.